ഏട്ടാ ഒന്ന് സൈഡ് കൊടുക്കും. എല്ലാവരും കാണാം. എല്ലാവരും അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൽ നിൽക്കില്ല. അങ്ങനെ അനിയാ ഇങ്ങോട്ട് നോക്ക്. അമ്മ ഓ നിൽക്കണം. ചേച്ചി നിൽക്കൂ. ഞാൻ എടുത്തോളാം. അമ്മ അപ്പുറത്ത് വേണം. സൈഡ് കൊടുക്ക്. ആ അങ്ങനെ ഏട്ടാ ഒന്ന് സൈഡ് കൊടുക്കും. എല്ലാവരും കാണാം. എല്ലാവരും അങ്ങനെ നിൽക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൽ നിൽക്കില്ല. അങ്ങനെ അനിയാ ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും കാണാം. അങ്ങനെ നിൽക്കട്ടെ. പറഞ്ഞോളൂ. ലെഫ്റ്റായി യാഗം നടന്നില്ല. ആ സ്ഥലം അതല്ല. Gracias.
പോവാം. ഒന്ന് ഫോട്ടോ എടുത്തോളൂ അതെ. Soalnya ada beda pasta. ഫ്രണ്ട് കാണിക്കില്ല. വർഷങ്ങളുടെ സേവനത്തിന് ശേഷം, പട്ടാളത്തിലെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലും സ്വന്തം ഭവനത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു. നല്ല ഒരു സ്വീകരണം നമ്മുടെ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വഴിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചതിൽ നമുക്ക് സന്തോഷം ഉണ്ട്. നമുക്കറിയാം, ഒരു പട്ടാള ഫാമിലി തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നടന്ന വിനോദിന്റെ അച്ഛൻ കൃഷ്ണദാസ പണിക്കരുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഒരു നല്ല സമയത്താണ്. നമുക്ക് അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മ ഉണ്ടാവുക ആ മിലിറ്ററിയുടെ വർത്തമാനങ്ങളും, അതുപോലെ തന്നെ ആ നടത്തവും, അതുപോലെ ആ പെരുമാറ്റ രീതികളൊക്കെ ഒരു ഓർമ്മകൾ, നമുക്ക് നല്ലൊരു ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 2 മക്കൾ, 3 മക്കളാണ്. 2 മക്കൾ, മൂത്തവനായിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനിയനായിട്ട് ബാലുവും, 2 പേരും മിലിറ്ററി സർവീസ്. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തോട് കൂടിയിട്ടുള്ള എന്ന് എല്ലാവരുടെ പേരിലും ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ റിട്ടയർഡ് ചെയ്തു കഴിഞ്ഞാലും അത്ര പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കാതെ പൊതു ജീവിതത്തിലൊക്കെ ഇറങ്ങിക്കൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ലൈഫിലേക്കും അദ്ദേഹത്തിന് പ്രവേശിക്കാവുന്നതാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു. ഇത് കഴിഞ്ഞ് ചെറിയൊരു ഭക്ഷണമുണ്ട്, അതും കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ വിജീഷിന് പ്രത്യേകം സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ ജയരാജൻ മാഷ്, അതുപോലെ മറ്റേ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത കത്തിയിട്ടുണ്ട്, രാജുണ്ട്, അദ്ദേഹമുണ്ട്, എല്ലാവർക്കും നല്ല സ്വാഗതം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നല്ല
ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന വിനോദേട്ടൻ, ജയരാജ മാഷ്, അജീഷ്, മറ്റ് ഇവരുള്ള മുൻകാല മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ആളുകൾ, ബാക്കി ഇന്നവരുടെ കുടുംബാംഗങ്ങൾ. നമുക്കറിയാം, നമ്മുടെ നാടിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ജോലി സാധ്യതകളുള്ള പല മേഖലകളുമുണ്ട്. ഇപ്പോൾ പല വിധത്തിൽ ജനസേവനമായ ഡോക്ടർമാർ അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ബഹുമാനത്തോട് കൂടിയിട്ട് ഈ നാട് അംഗീകരിക്കേണ്ടതും കാണേണ്ടതും ഒരു മേഖല തന്നെയാണ് പട്ടാളം, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. കാരണം സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് അവർ ആ ജോലി. നമ്മുടെ ഓരോ ഭാരതീയനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വലിയ സംരക്ഷണം അവരൊക്കെ അത്തരത്തിൽ ഉറപ്പൊഴിച്ചിട്ടും സ്വന്തം കുടുംബത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടും കായികാധ്വാനത്തിലൂടെ ഒരുപാട് ട്രെയിനിങ്ങുകളും അത്തരത്തിലൊരു ജോലി കിട്ടാൻ തന്നെ നമുക്കറിയാം. നമ്മുടെ നാട്ടിനകത്ത് ഒട്ടേറെ പണിയെടുത്തവരാണ്. മറ്റുള്ളൊരു PSC എഴുതിയ 4 പേപ്പറിലെ ചോദ്യ പേപ്പറിലെ ഉത്തരം കൊണ്ട് കിട്ടില്ലല്ലോ. കൃത്യമായിട്ട് അതിന് ഐറ്റും വെയിറ്റും ഒരു കായികാധ്വാനം നല്ല അർപ്പണബോധത്തോട് കൂടിയിട്ട് നല്ല ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പട്ടാളക്കാരൻ ആവുന്നത്. അതിന് തന്നെ വലിയ ഒരു മഹത്വമുണ്ട്. അതിനപ്പുറം അവർ ചെയ്യുന്ന ജോലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഈ നാട് കാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞ നീണ്ട 26 വർഷക്കാലം കൃത്യമായി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാടിനകത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു അർഹിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഈ നാട്ടുകാരെല്ലാവരും ചേർന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു സ്വീകരണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അർഹതപ്പെട്ട രൂപത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തിന് ഈ നാട് കാത്ത പോലെ തന്നെ ഇനിയും അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തം ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നാടിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൊറോണ കോവിഡ് കാലത്തൊക്കെ വന്നപ്പോ നമ്മുടെ ഇവിടെ ഉണ്ടായില്ലേ ഒരു പട്ടാളൊക്കെ ഉണ്ടായില്ലോ അവിടെ, അല്ലെ? ഓരോ വീട് കയറിയിട്ടും കുറെ ആളുകൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളിവിടെ ഒരു പട്ടാളം രൂപീകരിച്ചു, കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടിയില്ലേ. അത്തരത്തിൽ നാടിനകത്ത് വരുന്ന പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഈ നാടിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഇതുവരെ മാനസികമായി സൂക്ഷിച്ചു വെച്ച ആ ഒരു ഭാരതത്തിന്റെ സംരക്ഷണം നമ്മുടെ ഇത്ര കാലം അദ്ദേഹം ഭാരതം മൊത്തമാണ് സംരക്ഷിച്ചതെങ്കിൽ അത് നമ്മുടെ ഈ ഒരു വാർഡിനകത്ത്, ഈ തെക്കുമുറി പ്രദേശത്തിനകത്ത് അദ്ദേഹത്തിന്റെ എല്ലാ സേവനങ്ങളും നാട്ടുകാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അതുപോലെ ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഈ ഭാവി റിട്ടയർമെന്റ് ലൈഫ് നമ്മുടെ നാട്ടിനകത്ത് ഒരു പട്ടാളക്കാരൻ എന്തൊക്കെ ചെയ്ത് നമ്മുടെ നാടിനെ സംരക്ഷിച്ചു അത് മുഴുവൻ നമ്മുടെ ഈ തെക്കുമുറി പ്രദേശത്തിന് എല്ലാ അർത്ഥത്തിലും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അതിനേക്കാൾ ഉപരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സിക്കിം, നാഗാലാൻഡ് മേഖലകളിലൊക്കെ അത് ചോദിച്ചപ്പോൾ ആസാം ബോർഡർ ഇതിന് കൂടുതൽ സമയത്താണ് സേവനം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും വയ്യ ഇതുപോലെ കൂട്ടായിട്ട് ഇരിക്കാനോ, ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴാണ് ബോംബ് വീഴുക അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥയിലുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്ത്. പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ പോലെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമോ, നമ്മൾ പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഇവിടെ വന്നാലാണ് ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവും ഒന്ന് ശ്വസിക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ടാണ് 26 കൊല്ലത്തെ സേവനത്തിന് ശേഷം വിനോദ് ഇവിടെ എത്തുന്നത്. അപ്പം നമുക്ക് ആ അനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കിടുക എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങളുടെ കഴിവ് നമ്മുടെ തെക്കുംപുരിക്കാർക്ക് കിട്ടണം. തെക്കുംപുരിലെ തുടർന്നുള്ള ഒരുപാട് നമുക്ക് മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ ഒരു വായനശാലുണ്ട്, അതുപോലെ തന്നെ മറ്റ് അംഗനവാടി പോലുള്ള കേന്ദ്രങ്ങളടക്കം പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. 26 കൊല്ലം മുമ്പില്ല. സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ റവന്യൂ അടക്കമുണ്ട്. ഒരുപാട് മേഖലകൾ നമുക്ക് ഇവിടെയുള്ള ആതുരാലയങ്ങൾ അടക്കമുള്ള മേഖലകളിലൊക്കെ നമുക്ക് സേവനം അനുഷ്ഠിക്കാനുള്ള മേഖലകളുണ്ട്. പിന്നെ പട്ടാളക്കാരെ സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ കൃഷി, കാർഷിക മേഖലയുണ്ട്. ഈ മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യം വിനോദനം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരിടും. ആർക്കെങ്കിലും ആശംസകൾ പറയാനുണ്ടെങ്കിൽ വരാം. അവസാനിച്ചുകൊണ്ടതും ഏത് കാലത്തും തെക്കുമുറിയിൽ ആരുണ്ട്? പട്ടാളക്കാരുണ്ട്. ഞാൻ വിനോദിനോട് ചോദിക്കുകയായിരുന്നു, നമ്മൾ പറയാറുണ്ട് നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ത്യ ഒരു ഭൂപടത്തെ കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പം ഉണ്ടാവും.
നമുക്ക് അറിയുന്ന പരമാവധി ഒരു കേരളവും ഭൂരിഭാഗം ആളുകൾക്കും ഒരു തമിഴ്നാടൊക്കെ നമുക്കറിയാം. അതിൻ്റെ അപ്പുറത്തും ഇന്ത്യ ഉണ്ട്. പ്രത്യേകിച്ചും കാശ്മീർ പോലെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാശ്മീർ പോലെയുള്ള സൗന്ദര്യമുണ്ട്, അതേപോലെ തന്നെ അപകടമുണ്ട്. അവിടെ സേവനം അനുഷ്ഠിച്ച കുറേ ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ചിലപ്പോൾ യുദ്ധസമാനമായിട്ടുള്ള സമയത്ത് പോലും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. കാർഷിക യുദ്ധം പോലെയുള്ള പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെ തെക്കുമുറിയിലുണ്ട്. രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സത്യം ഇതൊക്കെ ആ സമയത്തെ പട്ടാളത്തിൻ്റെ അനുഭവങ്ങൾ ആളുകൾ. അപ്പോൾ അതിനേക്കാൾ ഉപരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സിക്കിം, നാഗാലാൻഡ് മേഖലകളിലൊക്കെ ആസാം ബോർഡറിൽ ഇന്നും കൂടുതൽ സമയത്ത് സേവനം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും വയ്യ ഇതുപോലെ കൂട്ടായിട്ട് ഇരിക്കാനോ, ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴാണ് ബോംബ് വീഴുക അല്ലെങ്കിൽ അക്രമം ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥയിലുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്ത്. പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ പോലുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമോ, നമ്മൾ പല ആളുകളും പറയാറുണ്ട് നമ്മൾ ഇവിടെ വന്നാലാണ് ഇവിടുത്തെ വെള്ളവും ഇവിടുത്തെ വായുവും ഒന്ന് ശ്വസിക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ടാണ് 26 കൊല്ലത്തെ സേവനത്തിന് ശേഷം വിനോദ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ആ അനുഭവങ്ങളൊക്കെ ഇവിടെ പങ്കിടുക എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങളുടെ കഴിവ് നമ്മുടെ തെക്കുമുറിക്കാർക്ക് കിട്ടണം. തെക്കുമുറി തുടർന്നുള്ള ഒരുപാട് നമുക്ക് മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ നമുക്ക് വായനശാലയുണ്ട്, അതുപോലെ തന്നെ മറ്റ് അംഗനവാടി പോലുള്ള കേന്ദ്രങ്ങളടക്കം മറ്റു കാലത്തും ഉണ്ടായിരുന്നില്ല. 26 കൊല്ലം സാധ്യതാ പ്രവർത്തനത്തിൻ്റെ രവി നടക്കുന്നുണ്ട്. ഒരുപാട് മേഖലകൾ നമുക്ക് ഇവിടെയുള്ള ആതുരാലയങ്ങൾ അടക്കമുള്ള മേഖലകളിലൊക്കെ നമുക്ക് സേവനം അനുഷ്ഠിക്കാനുള്ള മേഖലകളുണ്ട്. പിന്നെ പട്ടാളക്കാരൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന നമ്മുടെ ഈ കാർഷിക മേഖലയുണ്ട്. അപ്പം ഈ മേഖലകളിലൊക്കെ സജീവ സാന്നിധ്യം വിനോദത്തിന് ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും ആർക്കെങ്കിലും ആശംസകൾ പറയാനുണ്ടെങ്കിൽ തരാം. അജീഷ്, സത്യേട്ടൻ, രാജു മാഷ്, രാജു അജീഷ് ആർക്കെങ്കിലും അദ്ദേഹം. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ സാർ, നമ്മുടെ ബിജീഷ് കണ്ണൻ സാർ, രാജു മാഷ്, ബാബു മാഷ്, ഇവരൊക്കെ എൻ്റെ വളർച്ച കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ജനിച്ചന്ന് മുതൽ എന്നെ കാണാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ കൂടിയിട്ടുള്ള നമ്മളുടെ എൻ്റെ പ്രിയങ്കര, എൻ്റെ ബഹുമാനപ്പെട്ട എല്ലാവരുടെ, എൻ്റെ അമ്മാവന്മാർ, അതുപോലെ നമ്മുടെ എക്സർവീസ് സുഹൃത്തുക്കൾ. മുഖ്യമന്ത്രി ഞാൻ എക്സർവീസ്മാനാണ്, നിങ്ങളുടെ ഗ്യാങ്ങിൽ ചെയ്തതാണ്. എക്സർവീസ് സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ നാട്ടുകാർ, പ്രിയപ്പെട്ട എല്ലാ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് വളരെ സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ നമ്മളുടെ ഒരു ആൾക്കാരെ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിനെല്ലാം കാരണബോധനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ ബാലസുബ്രഹ്മണ്യൻ പ്രത്യേകം ഓർക്കുകയാണ്. ഈ നിമിഷം വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തായാലും എസെൻഷ്യൽ ഡ്യൂട്ടീസ് അല്ല, അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം കാരണം ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു നമ്മളറിയാതെ തന്നെ ഓർഗനൈസ് ചെയ്ത് ഇതുവരെ കൊണ്ടുവച്ചാണ്. ഭയങ്കര ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ നിമിഷം നമ്മൾ അച്ഛനെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനായിരുന്നു. ഒരു കൊല്ലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന വിചാരിച്ചായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് വെച്ചത്. അപ്പം പറയാതെ കഴിക്കണ്ടായിരുന്നു. കാരണം അച്ഛനാണ് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ട് കൊണ്ട് ചേർന്നതൊക്കെ. അച്ഛൻ്റെ ആഗ്രഹം ഇങ്ങനെ പ്രമോഷണൽ വാങ്ങിച്ച് വീട്ടിൽ വരണം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാം വിധി നമുക്ക് തടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ കൂടി ഇത്രയും ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടാക്കി വളരെ സന്തോഷമുണ്ട്. ബാക്കി എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ, മാഷ് പറഞ്ഞ പോലെ, എല്ലാവരും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോകാൻ പാടൂ. എല്ലാവരും എല്ലാ ലാസ്റ്റ് വരയ്ക്ക് ഇത് കൂടെ നിൽക്കുക. പിന്നെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം നിങ്ങളുടെ ഇടയിൽ തന്നെ ആയിരിക്കും ഞാനുണ്ടാവുക. എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഒരാളായിട്ട് ഞാനും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 26 വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മാഷയുടെ പിന്നാലെയും രാജ്മാഷയുടെ പിന്നാലെയും വായനശാലയും
അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് തെക്കുമുറി വായനശാല രാമകൃഷ്ണൻ മാഷെ മനുഷ്യരി പോയി കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഭാഷയാണ് ഡീറ്റെയിൽ ചെയ്തത്. ഇവിടുന്ന് പോയി അവിടെ രാമകൃഷ്ണൻ മാഷെ കണ്ടുവരാനായിട്ട്. അപ്പോൾ വായനശാലയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വായനശാല കയറുന്ന സമയത്ത് അതിൻ്റെ ഒരു കല്ല് എടുത്ത് ഞാനും എൻ്റെ കയ്യോട് വെക്കുകയുണ്ടായി പണി നടക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാനിവിടെ ഇതായിരുന്നു അറേക്കാവ്. നമ്മളുടെ മുമ്പിൽ ഞാനും താഴത്തേലെ ബാബു ഞങ്ങളൊക്കെ അന്ന് അറേക്കാവ് പൊളിച്ച് പണിഞ്ഞ് അതിൻ്റെ കല്ലുകളെല്ലാം അനക്കി മാറ്റി കാണുന്നതിന് ഇങ്ങനെ ഈ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പേരായി. ബാബു നമ്മുടെ ബാബു, ഗിരീഷ്, ഇതൊക്കെ നമ്മൾ അവരുടെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള അന്നത്തെ ഞങ്ങളുടെ ആ ഒരു ഇതായിരുന്നു, ഒരു ഭയങ്കര ക്രേസായിരുന്നു അറേക്കാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ ഈ അവസ്ഥയിലെത്തി. 26 വർഷം കഴിഞ്ഞു. വളരെ സന്തോഷം. പ്രമോഷൻ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ആപത്തുകളൊന്നും ഇല്ലാണ്ട് ഷേപ്പ് 1 എന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ പറയും. ഷേപ്പ് 1 നമുക്ക് മെഡിക്കൽ കാറ്റഗറി ഷേപ്പ് 1 ആണ്. കയ്യോ കാലിനോ കണ്ണിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മുടെ നാട്ടിലൊന്നും എത്തുക എന്നുള്ളതാണ്. മാക്സിമം ഒരുപാട് പേർക്ക് അങ്ങനെ ബാറ്ററി കാഷ്വാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒന്നും ദൈവം സഹായിച്ച് നിങ്ങളുടെ അനുഗ്രഹം കൂടെ എല്ലാം കൂടെ ഒന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ദൈവം സഹായിച്ച് പോയാൽ അതേപോലെ തിരിച്ചു വന്നെന്ന് പറയാം. അപ്പം അതാണ് ഏറ്റവും വലിയ സന്തോഷം. ബാക്കി പൈസ അതൊന്നും വലിയ കാര്യമല്ല. ബാക്കി സ്നേഹം, അതുപോലെ ഈ തിരിച്ച് നമ്മളെ സേഫായിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇനിയും വലിയ പുതിയ പുതിയ തലമുറകൾ നിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അവർക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒരു മോട്ടിവേഷനാണ്, പ്രചോദനം ആവട്ടെ. നാളെ അവരും സർവീസ് ഇതുപോലെ ചെയ്യാനും നമ്മുടെ തെക്കുപോയിന്നും അതുപോലെ ഒരുപാട് പേര് ഇനി മുന്നോട്ട് പോട്ടെ. ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യുന്ന ട്രൈ കളറിൽ എവിടെ വേണമെങ്കിൽ എയർഫോഴ്സ് നേവിയിലും എതിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം അവരുണ്ടാവട്ടെ. നല്ലൊരു കരിയറാണ് എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്ടപ്പാടുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ബഹുമാനം, റെസ്പെക്റ്റ് വേറെയാണ്. ഫെസിലിറ്റീസ് മരിക്കുന്നവരെ നമുക്ക് ഫെസിലിറ്റേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം. അപ്പോൾ ഇതെല്ലാം വേറെ ഒരു ജോലിയിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ കുടുംബം കൂടെ സേഫ് ആവാണ് ഈ ഒരു കാര്യത്തിൽ. ബാക്കി ഇനി കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരിക്കലും നന്ദി രേഖപ്പെടുത്താൻ എല്ലാവരും എൻ്റെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്നതിൽ ഒരുപാട് പേര് വരാറുണ്ട്. നമ്മുടെ റിലേഷനിൽ ഒരുപാട് പേര് എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും വന്നവർ വളരെ സന്തോഷം. എല്ലാവർക്കും വളരെ ഒരു നന്ദി രേഖപ്പെടുത്താണ്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാവരും ഒരു 3 പ്രാവശ്യം ഞാനൊരു ഭാരത് മാതാ കി ജയ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഭാരത് മാതാ കി ഭാരത് മാതാ കി ഭാരത് മാതാ കി യമികോർ കി യമികോർ കി യമികോർ കി. താങ്ക് യു.
ഇങ്ങനത്തെ വലിയ കാല് കിട്ടി